ഭാരത സംസ്കൃതിയുടെ ശിലാകേന്ദ്രം ആത്മജ്ഞാനം നേടിയിട്ടുള്ള ഗുരുക്കന്മാരിൽ അധിഷ്ഠിതമാണ്. ഈശ്വരനെ തേടിയുള്ള യാത്രകൾക്ക് വിത്തുകൾ പാകിയ മണ്ണാണ് നമ്മുടേത്. അതിന് വളമാകുന്നത് മഹാഋഷിമാർ രൂപപ്പെടുത്തിയ അതിലും മഹത്തായ ഒരു പൈതൃകവും. ഭാരതത്തിൻ്റെ മുഖമുദ്രയാണ് സനാതനം, ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്ന് വാക്യാർത്ഥം. സനാതനധർമ്മത്തെ വാക്കുകളിൽ ഒതുക്കുക ശ്രമകരമാകുന്നു. ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തിയെ പരമാണുവിൽ പോലും കണ്ടെത്തുവാൻ പരിശീലിപ്പിക്കുന്നു ആ ധർമ്മം. അറിവാണ് ആ ധർമ്മത്തിൻ്റെ ഉൽപ്പന്നം. അനുഷ്ഠാനമാണത്രേ മൂലധനം. ലോകത്തെ മുഴുവൻ തന്നിൽ കാണാനും തന്നെ മുഴുവൻ ലോകത്തിൽ കാണാനും പ്രേരിപ്പിക്കുന്ന ഈശ്വരീയമായ ജ്ഞാനത്തിൻ്റെ മഹാസമുദ്രം. ശാശ്വതമായ ആ ധർമ്മം മനുഷ്യരാശിയെ കുറ്റമറ്റതാക്കി തീർക്കുവാൻ കെൽപ്പുള്ളതാണ് എന്ന് സംശയമില്ലാതെ തന്നെ പറയാം. എല്ലാത്തിനെയും എല്ലാവരെയും അത് ഉൾക്കൊള്ളുന്നു. എന്തിനേയും സ്വീകരിക്കുവാനും ആവശ്യമില്ലാത്തതിനെ നിമിഷനേരം കൊണ്ട് തള്ളിക്കളയുവാനും വിശാലമായ ഒരു മനോനില തന്നെ വേണം. ആ മാനസിക നിലവാരം ഈ ധർമ്മത്തിൻ്റെ സംഭാവനയാണ്. സാഹചര്യത്തിനനുസരിച്ച് മാത്രം ന്യായം തീരുമാനിക്കപ്പെടുന്നു എന്ന വ്യക്തമായ സന്ദേശം ചരിത്രങ്ങളിൽ പലയിടത്തും അവതാരമെടുത്ത മഹാപുരുഷന്മാരിലൂടെ അത് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഭൂമിയോളം താഴുവാനും വേണ്ടി വന്നാൽ ആയുധമെടുക്കുവാനും ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ നിർവചനങ്ങൾ നൽകി ഉപദേശിക്കുന്നു സനാതനം. ഈ ലോകത്തിൻ്റെ പരമാധികാരി മനുഷ്യൻ മാത്രമല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുല്ലിലും പുഴുവിലും വരെ ദൈവികത്വം ദർശിച്ച ഒരു പരമ്പര നമ്മുടേത്. പ്രകൃതിയെ അമ്മയായി കണ്ട് ആരാധിച്ച ഒരു സംസ്കൃതി. അതിശക്തമായ അവതാരങ്ങൾ മൃഗരൂപത്തിൽ പിറവിയെടുത്ത് ഈശ്വരന് ഭേദഭാവങ്ങളില്ല എന്ന് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു ആ ധർമ്മം. ഒരു പിറവിയെ എങ്ങനെ ഏറ്റവും നല്ലതാക്കാം എന്നുള്ള എല്ലാ വഴികളും അതിലുണ്ട്. ഒരടിമയെ അതൊരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. സദാ വിമർശിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സ്വയം അന്വേഷിക്കുവാനുമുള്ള സർവ്വസ്വാതന്ത്ര്യം നൽകി ഒരുവനെ വളർത്തിയെടുക്കുന്നു നമ്മുടെ ധർമ്മം. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവന ഒരു വ്യക്തി അനുഭവിക്കുന്ന ആന്തരികമായ സ്വാതന്ത്ര്യമാണ് എന്നത് പരമമായ സത്യമാണ്. പവിത്രമായ ഈ ധർമ്മത്തിൻ്റെ നെടും തൂണായി നിലകൊള്ളുന്നു മഹാഋഷിമാർ. അവരിലൂടെയാണ് നമ്മൾ ഈശ്വരൻ്റെ ശബ്ദം ആദ്യമായി കേട്ടു തുടങ്ങിയത്. ആരാണവർ? എന്താണവരുടെ പ്രത്യേകത? പ്രപഞ്ചശക്തിയാൽ നിയോഗിക്കപ്പെട്ടവർ തന്നെ ഋഷികൾ. അടക്കി വയ്ക്കാൻ സാധിക്കാത്ത അന്വേഷണത്വരയുമായി ജീവിച്ചവർ. നൈമിഷിക സുഖങ്ങളെല്ലാം പരിത്യജിച്ച് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അലഞ്ഞു നടന്നു അവർ, ആത്മാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. അവരിൽ നിയോഗിക്കപ്പെട്ട കർത്തവ്യങ്ങൾ തടഞ്ഞു നിർത്താനാകാത്ത ലാവാപ്രവാഹം പോലെ ചോദ്യങ്ങളായി അവരിൽ ഉയർന്നു പൊങ്ങി. ആ തീയിൽ സ്വയമേവ വെന്തുരുകിയവരാണ് അവർ. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അടക്കി തപസ്സാകുന്ന അഗ്നിയിൽ ആ മഹാത്മാക്കൾ എരിഞ്ഞു തിളങ്ങി. ആ അഗ്നിയിൽ നിന്നും പുറത്തേക്കൊഴുകിയത് അറിവായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരുന്നു. അതവർ ലോകത്തിന് സംഭാവന ചെയ്തു. തങ്ങൾ നിലനിൽക്കുന്ന ഇടത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു അവർ. കല, സാഹിത്യം, തത്വചിന്തകൾ, ശാസ്ത്രങ്ങൾ, ഗണിതം സർവ്വതും നിഷ്പ്രയാസം അവരിൽ നിന്നും പ്രവഹിച്ചു. ഈ ലോകത്തുള്ള എല്ലാം ആത്മവിദ്യ കൊണ്ട് നേടാം എന്ന് നിശബ്ദം ഉദ്ഘോഷിച്ചു അവർ. പഞ്ചഭൂതങ്ങളെല്ലാം അവർക്ക് വിധേയരായി. ഈശ്വരാംശമായ മൂർത്തികൾ അവരുടെ വിളിപ്പുറത്തെത്തി. പ്രകൃതി അവരെ കൈക്കുമ്പിളിൽ വെച്ച് കാത്തുരക്ഷിച്ചു. അനന്തമായ പ്രാപഞ്ചിക ശക്തി സൃഷ്ടിയുടെ കേവലം ഒരു ചെറിയ ഭാഗമായ മനുഷ്യനിലൂടെ നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്നത് അവരിലൂടെ ഏവരും കണ്ടു. എങ്കിലും അവർ സംയമനം പാലിച്ചവരായിരുന്നു. സാധനയിലൂടെ നേടുന്ന ആനന്ദത്തിൽ മാത്രം ലയിച്ചിരിക്കാതെ ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്തു അവർ. സാമൂഹികമായ പരിവർത്തനത്തിനു വേണ്ടി ജന്മമെടുക്കുന്ന വിശേഷപ്പെട്ട ആത്മാക്കളെ സഹായിക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും എവിടെ നിന്നൊക്കെയോ അവർ എത്തിച്ചേർന്നു. നിഗൂഢമായ വിദ്യകൾ ആ ജീവനുകൾക്ക് പകർന്നു നൽകി. എല്ലാം ഉപേക്ഷിച്ചവരെയാണ് ആദ്യം ആദരിക്കേണ്ടത് എന്ന് സ്വകർമ്മങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിച്ചു ആ താപസർ. കാരണം മനസ്സിനെ ജയിച്ചവൻ എല്ലാത്തിനെയും ജയിച്ചവനാണ്. ലോകം മുഴുവൻ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഓരോ പരമാണു കൊണ്ടുപോലും പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ ഗുരുക്കന്മാർ. സർവചരാചരങ്ങൾക്കും മംഗളമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചിരുന്നു നമ്മുടെ ഗുരുക്കന്മാർ.
എണ്ണമറ്റ ഋഷീശ്വരന്മാരുടെ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ജീവിത പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരനുഭവിച്ച ത്യാഗത്തിൻ്റെയും അതിലുപരി അവരിൽ നിന്നും പിറന്ന മംഗളകരമായ കർമ്മങ്ങളുടെയും വ്യാപ്തി നമുക്ക് കാണാനാകും. അതെല്ലാം സാധാരണ ബുദ്ധിക്ക് അളക്കാൻ സാധിക്കാത്തതാണ്. വിഖ്യാതരായ നരനാരായണന്മാരെക്കുറിച്ച് അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. അവരുടെ ചരിത്രം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്നും തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യകാല ചരിത്രം. ബ്രഹ്മാവിൻ്റെ വലതുമാറിടം ഭേദിച്ച് ദിവ്യനായൊരു പുരുഷൻ ജന്മമെടുത്തു. അദ്ദേഹമാണ് ധർമ്മൻ. നരനാരായണന്മാരുടെ പിതാവിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ധർമ്മദേവനിൽ നിന്നും ആരംഭിച്ചു വിപുലമായ വംശം. ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരെയടക്കം വിവാഹം കഴിച്ച അദ്ദേഹത്തിൽ നിന്നും നീണ്ട പരമ്പര തന്നെയാണ് ഉണ്ടായത്. മൂർത്തി എന്ന ഭാര്യയിൽ ധർമ്മദേവന് ജനിച്ച പുത്രന്മാരാണ് ഈ നരനാരായണന്മാർ. സർവഗുണസമ്പന്നരായ ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നിവർ ധർമ്മദേവന്റെ പുത്രന്മാരിൽ പ്രധാനികളാണ്. ഇവരിൽ ഹരിയും കൃഷ്ണനും മഹായോഗികളും നരനും നാരായണനും മഹാതപസ്വികളുമായി തീർന്നു. നരനാരായണന്മാരിൽ നരൻ ശ്വേതവർണ്ണനും നാരായണൻ കൃഷ്ണവർണ്ണനുമാണെന്ന് പത്മപുരാണം. നാരായണ മഹർഷി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണെന്ന് മഹാഭാരതം. നരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കേടില്ലാത്തവൻ എന്നാണ്. വേർപിരിയാത്തവണ്ണം സദാ ഒരുമിച്ചിരുന്ന ഈ രണ്ട് ഋഷിമാരും ബദരികാശ്രമത്തിൽ 1000 വർഷത്തോളം ബ്രഹ്മത്തെ ധ്യാനിച്ച് തപസ്സു ചെയ്തു. അതിഘോരമായ തപസ്സിൽ ലോകമെല്ലാം തപിക്കുവാൻ തുടങ്ങി. പരീക്ഷണവുമായി എത്തി ദേവേന്ദ്രൻ. സ്വർഗാധിപൻ നരനാരായണന്മാർക്കു മുൻപിൽ പ്രത്യക്ഷനായി. ആദിത്യന്മാരെ പോലെ ശോഭിക്കുന്ന അല്ലയോ തപസ്വികളെ, ധർമ്മമൂർത്തിയായ ധർമ്മദേവന്റെ പുത്രന്മാരാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ തപസ്സിൽ ദേവലോക രാജാവായ നാം അങ്ങേയറ്റം സന്തോഷിച്ചിരിക്കുന്നു. വരം ചോദിച്ചുകൊള്ളുക. മേഘനാദം പോലെയുള്ള ഇന്ദ്രശബ്ദം കേട്ടിട്ടും അവർക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല. കണ്ണും തുറന്നില്ല, മറുപടിയും പറഞ്ഞില്ല. ദേവേന്ദ്രൻ ഒരു പടി കൂടി കടന്ന് നരനാരായണന്മാർക്കു ചുറ്റും മായയെ സൃഷ്ടിച്ചു. ആ മായയിൽ നിന്നും ജനിക്കുന്നത് ഭയമോഹാദികളാണ്. ഭയം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ സിംഹം, കടുവ, പുലി, പെരുമ്പാമ്പ് തുടങ്ങിയ വന്യമൃഗങ്ങളെ തൻ്റെ മായയാൽ ഇന്ദ്രൻ സൃഷ്ടിച്ചു. ആ മഹർഷിമാരിൽ ഭയത്തിൻ്റെ തരിമ്പ് പോലും ഉണ്ടാക്കുവാൻ അമരനാഥന് കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ്, പേമാരി, കാട്ടുതീ തുടങ്ങിയ പ്രതിഭാസങ്ങളും ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതും നിശേഷം പരാജയപ്പെട്ടു. അവർക്ക് എങ്ങനെ ഭയമുണ്ടാകാനാണ്? ജീവഭയമോ ആഗ്രഹമോ സുഖേച്ഛയോ ഉള്ളവർക്കേ ഭയം എന്ന വികാരം ജനിക്കുകയുള്ളൂ. ബാലിശമായ ഒരു വികാരത്തിലും അടിമപ്പെടാത്തവർ അവർ. എല്ലാ തരത്തിലും അളക്കാതെ പിന്മാറുവാൻ ഇന്ദ്രദേവൻ തയ്യാറല്ലായിരുന്നു. ദേവരാജൻ കാമദേവനെ വിളിപ്പിച്ചു. നരനാരായണന്മാരിൽ കാമമുണർത്തുവാൻ ദേവേന്ദ്രൻ കാമദേവനോട്. രതീദേവിയോടൊപ്പം ചേർന്ന് കാട്ടിൽ വസന്താന്തരീക്ഷം സൃഷ്ടിച്ചു കാമദേവൻ. വണ്ടിനങ്ങൾ മൂളിമുരണ്ടുകൊണ്ട് പുഷ്പങ്ങൾ തോറും പാഞ്ഞു നടന്നു. വൃക്ഷങ്ങളെല്ലാം തഴച്ചുപൂത്ത് ശോഭിച്ചു. പഞ്ചമരാഗം ആലപിച്ചു കുയിലുകൾ. പൂക്കളുടെ പരിമളം വഹിച്ചുകൊണ്ട് മന്ദമാരുതൻ വീശിക്കൊണ്ടേയിരുന്നു. രംഗം കൊഴുപ്പിച്ചുകൊണ്ട് ഒട്ടേറെ അപ്സരസുകളും എത്തിച്ചേർന്നു. മഹർഷിമാർ തപസ് ചെയ്തുകൊണ്ടിരുന്ന ശാന്തവും സ്വച്ഛവുമായ ഇടം ഉത്സവാങ്കണം പോലെ ശബ്ദമുഖരിതമായി. എങ്ങും പാട്ടുമാട്ടവും തന്നെ. മഹർഷിമാരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. കാമദേവന്റെ സാന്നിധ്യത്തിൽ അവരുടെ ഹൃദയം തരളിതമായി. സാവധാനം കണ്ണുകൾ തുറന്നു നരനാരായണന്മാർ. നോക്കുമ്പോൾ രംഗത്ത് മേനകയടക്കമുള്ള അപ്സരസുകൾ, കാമദേവനും രതീദേവിയും കൂടാതെ 100 കണക്കിന് സുന്ദരിമാരും. നൃത്തം, വാദ്യം വേറെ. ഇത് തപോവിഘ്നത്തിലുള്ള മാർഗമാണെന്ന് ഞൊടിയിടയിൽ തന്നെ ആ മഹർഷിമാർക്ക് വ്യക്തമായി. ക്ഷുഭിതനായ നാരായണ മുനി തൻ്റെ തുടമേൽ ആഞ്ഞടിച്ചു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹർഷിയുടെ തുടയിൽ നിന്നും അതിമനോഹരിയായ ഒരു യുവതി പിറന്നു. നാരായണ മുനിയുടെ ഒരു ഭാഗം ഭേദിച്ച് വന്നവൾ ഉർവശി എന്നറിയപ്പെട്ടു. തപസ്സു ഭംഗപ്പെടുത്തുവാൻ കൊണ്ടുവന്ന അപ്സരസുകളെല്ലാം അവൾക്കു മുൻപിൽ നിസാരമായി കാണപ്പെട്ടു. ഉർവശിയെ കൂടാതെ വേറെയും സുന്ദരികൾ ആ മഹർഷിമാരിൽ നിന്നും പിറന്നു. അവരെയെല്ലാം ഇന്ദ്രസദസ്സിൻ്റെ മാറ്റുകൂട്ടുവാൻ സ്വർഗലോകത്തേക്ക് സംഭാവന ചെയ്തു അവർ.
സാക്ഷാൽ പരമശിവനും നാരായണ മഹർഷിയും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് ഒരിക്കൽ. അത് ദക്ഷൻ നടത്തിയ വിശ്വപ്രസിദ്ധമായ യാഗത്തിനെ തുടർന്നാണ്. പ്രജാപതി ദക്ഷന്റെ യാഗം നമ്മുടെ പൗരാണിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നല്ലോ. സതീദേവിയുടെ ജീവത്യാഗവും ദക്ഷന് തൻ്റെ രൂപം തന്നെ മാറേണ്ടി വന്നതിനുമുള്ള കാരണമൊരുക്കിയ വിശേഷപ്പെട്ട ഒരു യാഗം. അച്ഛൻ നടത്തിയ യാഗത്തിൽ ക്ഷണം സ്വീകരിക്കാതെ എത്തിച്ചേർന്ന സതി നേരിട്ടത് കൊടിയ അപമാനമായിരുന്നു. അതും സ്വന്തം പിതാവിൽ നിന്നും തന്നെ. അവിടെ കൂടിയിരുന്ന വിശിഷ്ടരായ ആളുകളുടെ മുൻപിൽ വെച്ച് മകളെ തേജോവധം ചെയ്തു ദക്ഷൻ. സതിയെ സംബന്ധിച്ച് അതിലും വേദനാജനകമായത് ഭർത്താവായ പരമശിവൻ ദക്ഷന്റെ നാവിനാൽ നിരന്തരം അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഏവരാലും ആരാധിക്കപ്പെടുന്ന ആ ദേവാദിദേവന്റെ വ്യക്തിത്വം പൊതുസദസ്സിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ സതി കടുത്ത തീരുമാനത്തിലെത്തുന്നു. തികഞ്ഞ ആത്മാഭിമാനമുള്ള ദക്ഷപുത്രി ആ വേദിയിൽ അച്ഛൻ്റെ കൺമുമ്പിൽ വെച്ചു തന്നെ സ്വയം എരിഞ്ഞ് ജീവത്യാഗം ചെയ്തു. ആ സംഭവം പിന്നീട് വളരെ വലിയ ഒരു വിനാശത്തിലേക്കാണ് നയിച്ചത്. പ്രജാപതി ദക്ഷന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം പത്നി ആത്മഹത്യ ചെയ്തതറിഞ്ഞ് മഹാദേവൻ കോപാകുലനായി. സംഹാരത്തിന്റെ മൂർത്തിയായ പരമശിവൻ അണപൊട്ടിയൊഴുകിയ അദ്ദേഹത്തിന്റെ രൗദ്രത്തിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും പിറന്നു. പരമശിവന്റെ സംഹാരം മൂർത്തിരൂപങ്ങൾ പ്രാപിച്ച് ദക്ഷന്റെ യാഗശാലയെ ലക്ഷ്യമാക്കി നീങ്ങി. കണ്ണിൽ കണ്ടവരെയെല്ലാം ആ ഉഗ്രമൂർത്തികൾ കൊന്നുതള്ളി. ദക്ഷന്റെ കഴുത്തുവെട്ടി അഗ്നിയിൽ ഹോമിച്ച് യജമാനനോട് കൂറു കാണിച്ചു വീരഭദ്രനും ഭദ്രകാളിയും. ഇതിനിടയിൽ അടക്കാനാകാത്ത കോപത്തിന്റെ മൂർധന്യത്തിൽ തന്റെ ആയുധമായ ത്രിശൂലം യാഗശാലയെ ലക്ഷ്യമാക്കി അയച്ചിരുന്നു മഹാദേവൻ. വരുത്താവുന്ന നാശങ്ങളെല്ലാം തന്നെ വരുത്തി യാഗശാല തരിപ്പണമാക്കിയ ശേഷം സംഹാരഭാവം അണയാതെ ത്രിശൂലം ലോകം ചുറ്റാൻ തുടങ്ങി. അതിൻ്റെ മാർഗത്തിലുള്ള എല്ലാത്തിനെയും അത് നശിപ്പിച്ചു. പരമശിവന്റെ കോപവും കൊണ്ട് പായുന്ന ത്രിശൂലത്തിനെ ശാന്തമാക്കാൻ കഴിയാതെ ദേവശക്തികളും വല്ലാതെ വിഷമിച്ചിരുന്ന സമയം. ആ വിനാശത്തിന് തടയിടുവാൻ നാരായണ മഹർഷിയാണ് കാരണക്കാരനായത്. ത്രിശൂലം ബദര്യാശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നരനാരായണന്മാർക്ക് നേരെ പാഞ്ഞു. അത് നേരെ ചെന്നുകൊണ്ടു നാരായണ മഹർഷിയുടെ മാറിടത്തിൽ. പക്ഷേ നാരായണൻ ചെയ്ത ഹുംകാര ശബ്ദത്താൽ ശൂലം ബഹിർഗമിച്ചു. അത് തിരികെ പരമശിവന്റെ കൈകളിൽ തന്നെ വന്നെത്തി. അല്ലെങ്കിലേ കോപത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു മഹാദേവൻ. ത്രിശൂലത്തോട് അനാദരവ് പ്രകടിപ്പിച്ചു എന്നു കരുതി യുദ്ധസന്നദ്ധനായി ശിവൻ നരനാരായണന്മാർക്ക് മുൻപിലെത്തി. അവർക്കു നേരെ ആയുധം പ്രയോഗിച്ചു സംഹാരമൂർത്തി. ആ ഘട്ടത്തിൽ പക്ഷേ നാരായണ മഹർഷിയും പിൻവാങ്ങിയില്ല. ഒരു പുല്ലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം മഹാദേവന് നേരെ പ്രത്യാക്രമണം നടത്തി. ഉത്തരക്ഷണത്തിൽ ആ പുല്ല് ഒരു പരശുവായി മാറി. തൻ്റെ നേരെ വന്ന പരശുവിനെ ഭഗവാൻ രണ്ടായി ഖണ്ഡിച്ചു. അന്നു മുതലത്രേ ശിവന് ഖണ്ഡപരശു എന്ന പേര് വന്നത്. നരനാരായണന്മാർ ഉടനെ തന്നെ പരമശിവനെ സ്തുതിക്കുവാൻ തുടങ്ങി. ക്ഷമയാചിച്ച് ആ കലുഷിതമായ അന്തരീക്ഷം ശാന്തമാക്കി അവർ. രണ്ടായി ഒടിച്ച പരശുവിലൊന്നാണ് പരമശിവൻ തന്നെ ധ്യാനിച്ച് തപസ്സു ചെയ്ത പരശുരാമന് നൽകിയതത്രേ. നാരായണ മഹർഷിയിൽ നിന്നും രൂപപ്പെട്ട് സംഹാരമൂർത്തിയുടെ ശക്തിയും പേറി വന്ന പരശു മഹാവിഷ്ണുവിന്റെ അവതാരമായി പിറന്ന ഭാർഗവരാമന് ക്ഷത്രിയ സംഹാരത്തിന് ഒരു മുതൽക്കൂട്ടായി തന്നെ മാറി. ഈ നരനാരായണന്മാർ തന്നെയാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണാർജുനന്മാരായി അവതരിച്ചത് എന്ന് ദേവി ഭാഗവതം. നരൻ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണനായും ജനിച്ചു. ദ്വാപരയുഗത്തിലെ ആ പിറവിക്ക് മുൻപ് നരനാരായണന്മാർക്ക് മറ്റൊരവതാരവും ഉണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചിട്ടും ദിവ്യാംശ പിറവിയായിട്ടും എന്തുകൊണ്ട് അർജുനനും കർണനും സദാ ശത്രുക്കളായി ജീവിക്കേണ്ടി വന്നു എന്നത് കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് അവരുടെ പൂർവജന്മങ്ങളുടെ ചരിത്രം. എന്തുകൊണ്ടെന്നാൽ ഒരു ജന്മത്തിലെ പുണ്യങ്ങളും പാപങ്ങളും കർമ്മങ്ങളും വഹിച്ചുകൊണ്ടത്രേ ആത്മാക്കൾ അടുത്ത ജന്മം പേറുന്നത്. ഇത് നരമഹർഷിയുടെ പുനർജന്മമായ രക്തജന്റെ ചരിത്രം വെളിവാക്കുന്ന സംഭവം. ബ്രഹ്മാവും പരമശിവനും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്നും ഉടലെടുക്കുന്നു ഈ സംഭവങ്ങൾ അത്രയും. 5 ശിരസോടു കൂടിയവനായിരുന്ന ബ്രഹ്മദേവന്റെ ഒരു ശിരസ് നഷ്ടപ്പെടുവാൻ കാരണം പരമശിവനാണത്രേ. ശിവലിംഗത്തിന്റെ ആദിയും അന്തവും കണ്ടെത്തുന്നതിനെക്കുറിച്ചുണ്ടായ തർക്കത്തിൽ നിന്നും അസത്യം പറഞ്ഞ ബ്രഹ്മദേവനെ പരമശിവൻ ശിക്ഷിക്കുകയാണുണ്ടായത്.
ആ ശിക്ഷയുടെ അനന്തരഫലമാണ് പഞ്ചശിരസുകളിൽ ഒന്നു നഷ്ടമായ ബ്രഹ്മദേവൻ. ആ ശിരസാണത്രേ ശിവന്റെ കയ്യിൽ സാധാരണ കാണുന്ന കപാലം. ശിരസറുത്തതിൽ കോപാകുലനായ ബ്രഹ്മദേവന്റെ നെറ്റിമേൽ കുറെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. തൂത്തെറിഞ്ഞ ആ വിയർപ്പ് തുള്ളികളിൽ നിന്നും 1000 ചട്ടയും വില്ലും ആവനാഴിയും ധരിച്ച ഒരു പുരുഷൻ ഉയർന്നു വന്നു. സ്വേദത്തിൽ നിന്നും ജനിച്ച അവൻ സ്വേദജൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ തേജസ്സും ആ സമയത്തുണ്ടായിരുന്ന കോപവും വഹിച്ചാണ് അവൻ ജനിച്ചത്. അപ്പോൾ അവൻ്റെ ശക്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ബ്രഹ്മദേവനിൽ നിന്നാണല്ലോ അവൻ ജനിച്ചത്. അവൻ ബ്രഹ്മദേവനെ വണങ്ങി. ഞാൻ എന്തു ചെയ്യണം? സൃഷ്ടികർത്താവിൻ്റെ അംശമായി ജനിച്ച് പ്രതികാര ബുദ്ധിയോട് കൂടി നിൽക്കുന്ന സ്വേദജനോട് ശിവന്റെ സംഹാരമാണ് ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചത്. ആ ആജ്ഞ അവൻ അംഗീകരിക്കുകയും ചെയ്തു. ഈ സമയം വൈരാഗിയായ പരമശിവൻ തൻ്റെ കപാലത്തിൽ മഹാവിഷ്ണുവിനോട് ഭിക്ഷയാചിക്കുന്നു. പരമശിവന് എന്തു കൊടുത്താലാണ് മതിയാകുക? മഹാവിഷ്ണു തൻ്റെ വലതുകൈ തന്നെ ഭിക്ഷയായി കപാലത്തിൽ വച്ചുവത്രേ. ആ കൈയിൽ നിന്നും രക്തം ധാരയായി ഒഴുകി കപാലത്തിൽ നിറഞ്ഞു. തൻ്റെ രക്തമാണ് നാരായണ ഭഗവാൻ മഹാദേവന് നൽകിയത്. ആ ഭിക്ഷാസ്വീകരണം കാലങ്ങളോളം നീണ്ടു നിന്നുവത്രേ. ഒടുവിൽ പാത്രം നിറഞ്ഞില്ലയോ എന്ന് മഹാവിഷ്ണു. ആ നിമിഷം ശിവൻ തൻ്റെ 3 കണ്ണുകളോടും കൂടി പാത്രത്തിൽ ആ കപാലത്തിൽ ദൃഷ്ടി പതിപ്പിച്ചു. പരമശിവന്റെ ആ നോട്ടം 1000 സംവത്സരങ്ങളോളം നീണ്ടുനിന്നു. ആ രക്തം ക്രമേണ ഒരു കുമിളയായി തീർന്നു. അത് അപൂർവമായ മറ്റൊരു സൃഷ്ടിയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അഗ്നിക്കൊത്ത തേജസ്സുള്ള സഹസ്രബാഹുവായ ഒരു പുരുഷനാണ് കപാലത്തിൽ നിന്നും ഉയർന്നു വന്നത്. മഹാവിഷ്ണുവിൻ്റെ രക്തവും പരമശിവന്റെ ദൃഷ്ടിയിൽ നിന്നുള്ള ശക്തിയും ചേർന്ന് ജന്മമെടുത്തു രക്തജൻ. അയാൾ കിരീടവും ആവനാഴിയും വില്ലും കയ്യുറയും ധരിച്ചിരുന്നു. നരമഹർഷിയുടെ പുനർജന്മം. ശിവൻ മഹാവിഷ്ണുവിനോട് ഈ വിധമരുളി: നാരായണ, നരൻ തന്നെയാണ് പരമശാസ്ത്രജ്ഞനായ ഈ പുരുഷൻ. അവിടുന്നും നരനും സന്തത സഹചാരികളായിരുന്നല്ലോ. ദേവകൾക്കു വേണ്ടിയുള്ള യുദ്ധം, ലോകസംരക്ഷണം എന്നിവയിൽ ഈ നരൻ സദാ അങ്ങയുടെ സഖാമായി ഉണ്ടാകുന്നതാണ്. അസുരന്മാരുടെ സംഹാരം ഇവനാൽ നിഷ്പ്രയാസം സാധ്യമാകും. ലോകത്തെ സർവജ്ഞാനത്തിലും അനായാസമായി ഇവൻ വിജയം നേടും. എന്തെന്നാൽ അവൻ ജന്മമെടുത്തത് നമ്മുടെ മൂവരുടെയും ശക്തിയിൽ നിന്നാണ്. ബ്രഹ്മദേവന്റെ 5ാം ശിരസാകുന്നു എൻ്റെ കയ്യിലെ കപാലം. അസാമാന്യമായ ശക്തി വഹിക്കുന്ന അതിൽ അങ്ങയുടെ രക്തം. കൂടാതെ നമ്മുടെ ദൃഷ്ടിയും ചേർന്ന് ജനിച്ച ഇവൻ ശത്രുക്കളെയെല്ലാം കൊന്നൊടുക്കും എന്നതിൽ സംശയമില്ല. മഹാവിഷ്ണു വിസ്മയിച്ചു നിൽക്കെ രക്തജൻ തൊഴുകൈകളോടെ ശങ്കരനാരായണന്മാരെ സ്തുതിച്ചു. എൻ്റെ കർത്തവ്യം എന്താണ് എന്ന് ആജ്ഞയ്ക്കായി കാത്ത് രക്തജൻ. പരമശിവൻ അവനോട് ആജ്ഞാപിച്ചു: ബ്രഹ്മാവ് സ്വന്തം തേജസ്സുകൊണ്ട് സൃഷ്ടിച്ച അസുരൻ സ്വേദജൻ. അവനെ നേരിടുക എന്നത് നിന്റെ ആദ്യത്തെ ദൗത്യമാകുന്നു. അത്രയും പറഞ്ഞ് മഹാദേവൻ അന്തർധാനം ചെയ്തു. രക്തജൻ സ്വേദജന്റെ മുൻപിലെത്തി. കണ്ട ഉടനെ തന്നെ 2 പേരും ഉഗ്രമായ യുദ്ധം ആരംഭിച്ചു. ഏതാണ്ട് 2 സംവത്സരങ്ങളോളം ആ യുദ്ധം നീണ്ടു നിന്നുവത്രേ. ആരും പരാജയപ്പെടുന്നില്ല. യുദ്ധമൊട്ട് അവസാനിക്കുന്നുമില്ല. അപ്പോഴേക്കും സ്വേദജന് 1 ചട്ടയും രക്തജന് 2 കൈകളും മാത്രമായി അവശേഷിച്ചു. രംഗം വഷളായതിനാൽ മഹാവിഷ്ണു ഉടനെ തന്നെ ബ്രഹ്മദേവനെ സമീപിക്കുകയാണ്. സ്ഥിതിഗതി ശാന്തമാക്കുന്നതിനു വേണ്ടി എന്തു വേണ്ടു എന്ന ചിന്തയിൽ ജയപരാജയങ്ങൾ അടുത്ത ജന്മത്തേക്ക് നീക്കി ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനും അപ്പോഴേക്കും ശാന്തനായിരുന്നു. മഹാവിഷ്ണു രക്തജന്റെയും സ്വേദജന്റെയും മുൻപിലെത്തി. അവരെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അടുത്ത ജന്മത്തിൽ കലിദ്വാപര സന്ധ്യയിൽ ഒരു മഹായുദ്ധമുണ്ടാകും. അന്ന് ഞാൻ നിങ്ങളെ കൂട്ടിമുട്ടിക്കാം. തൽക്കാലം നിങ്ങളിത് അവസാനിപ്പിക്കുക എന്ന മഹാവിഷ്ണുവിൻ്റെ വാക്കുകളിൽ അവർ സമാധാനപ്പെട്ടു. മഹാവിഷ്ണു പിന്നീട് സൂര്യഭഗവാനെ വിളിച്ചു വരുത്തി. അല്ലയോ സഹസ്രാംശോ, അവിടുന്ന് ഈ സ്വേദജനെ സംരക്ഷിക്കണം. ദ്വാപരാവസാനത്തിൽ ഇവനെ സ്വപുത്രനായി ഭൂമിയിൽ അവതരിപ്പിക്കേണ്ടത് അവിടുന്നാണ്. യദുകുലത്തിൽ ശൂരൻ എന്നൊരു മഹാബലവാനുണ്ടാകും. അയാൾക്ക് പൃഥ എന്നൊരു സുന്ദരിയായ മകളും. അവൾ ദുർവാസാവ് മഹർഷിയെ പ്രീതിപ്പെടുത്തി പുത്രലാഭത്തിനുള്ള മന്ത്രസിദ്ധി നേടും.
ആ മന്ത്രം കൊണ്ട് ഏത് ദേവനെ ആവാഹിക്കുന്നുവോ ആ ദേവനിൽ നിന്നും അവൾക്ക് പുത്രസിദ്ധിയുണ്ടാകും എന്നാണ് ആ മന്ത്രത്തിൻ്റെ സവിശേഷത. ചെറുപ്രായത്തിൽ ആ മന്ത്രത്തിൻ്റെ ഗൗരവം അറിയാതെ ഒരിക്കൽ അവൾ അങ്ങയെ ആവാഹിക്കും. അപ്പോൾ കന്യകയായ കുന്തിയിൽ ഈ സ്വേദജൻ അവിടുത്തെ അംശമായി പിറക്കണം. ഭഗവാൻ സൂര്യൻ ആ ദൗത്യം ഏറ്റെടുത്തു. അല്ലയോ ശ്രീഹരി, പൃഥ എന്ന ആ കന്യകയിൽ ബലവാനായ പുത്രനെ ഞാൻ ജനിപ്പിച്ചുകൊള്ളാം. അവൻ കർണൻ എന്ന പേരിൽ വിശ്വപ്രശസ്തനായി തീരുന്നതാണ്. സ്വേദജൻ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങളോടെ പിറക്കുന്നതായിരിക്കും. ശേഷം മഹാവിഷ്ണു ഇന്ദ്രനു നേർക്ക് തിരിഞ്ഞു. ദേവേന്ദ്ര, അവിടുന്ന് രക്തജൻ എന്ന ഈ നരനെ സംരക്ഷിക്കണം. നേരത്തെ പറഞ്ഞ ദ്വാപരയുഗത്തിൻ്റെ അവസാനം അവിടുത്തെ അംശമായി ഇവനെ ഭൂമിയിൽ ജനിപ്പിക്കണം. പൃഥ എന്ന കുന്തിദേവിയിൽ തന്നെയാണ് ഇവനും പിറക്കേണ്ടത്. പുത്രപ്രാപ്തിക്കായി മന്ത്രം കൊണ്ട് അവിടുത്തെ ആവാഹിക്കുമ്പോൾ അങ്ങ് ഈ നരനെ പുത്രനായി അവൾക്കു നൽകണം. അവൻ അർജുനൻ എന്ന പേരിൽ വിശ്വപ്രസിദ്ധനാകും. പക്ഷേ ഇന്ദ്രദേവൻ അതിന് വിസമ്മതിച്ചു. നാരായണ, കഴിഞ്ഞ മന്വന്തരത്തിൽ ത്രേതായുഗത്തിൽ രാവണനെ കൊന്ന് ലോകസമാധാനം വീണ്ടെടുക്കുവാൻ രാമനായി അവതരിച്ച അങ്ങ് എൻ്റെ പുത്രനായ ബാലിയെ വധിച്ചു. അതിൽ എൻ്റെ വിരോധം ഞാൻ അങ്ങയെ അറിയിക്കുകയാണ്. നരനെ എൻ്റെ പുത്രനായി ജനിപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല. ഇതുകേട്ട് മഹാവിഷ്ണു ഇന്ദ്രനെ സമാധാനിപ്പിച്ചു. ഇന്ദ്രപുത്രനായ ബാലിയെ വധിച്ച തെറ്റിൻ്റെ പ്രായശ്ചിത്തമായി ഇന്ദ്രപുത്രനായ അർജുനൻ്റെ തോഴനായി ഇരുന്നു കൊള്ളാം എന്ന് മഹാവിഷ്ണു. ആ വ്യവസ്ഥ എന്തായാലും ദേവേന്ദ്രൻ സ്വീകരിച്ചു. അങ്ങനെ സ്വേദജനും രക്തജനുമായുള്ള പോരാട്ടം അവസാനിക്കുകയാണ്. അത് അടുത്ത ജന്മത്തിലേക്കുള്ള നീക്കിയിരിപ്പായി. സ്വേദജൻ കർണനായും രക്തജൻ അർജുനനായും ജനിച്ചു. മഹാവിഷ്ണു ശ്രീകൃഷ്ണനായും അവതരിച്ചു. ജീവിതം മുഴുവൻ ഉരസലും പരസ്പര യുദ്ധവുമായി ജീവിച്ച അർജുനൻ്റെയും കർണൻ്റെയും വൈരാഗ്യം കുരുക്ഷേത്ര ഭൂമിയിൽ കർണൻ്റെ വധത്തോടെ പര്യവസാനിച്ചു. പ്രഹ്ലാദനുമായി നരനാരായണന്മാർ ഘോരമായ യുദ്ധം നടത്തിയിട്ടുണ്ട് ഒരിക്കൽ. അതിന് വഴിയൊരുക്കിയത് ച്യവന മഹർഷിയുടെ പ്രഹ്ലാദ സമാഗമമായിരുന്നു. ഭൃഗുശ്രേഷ്ഠനായ ച്യവനൻ ഒരിക്കൽ നർമ്മദയിൽ സ്നാനം ചെയ്യുന്നതിനു വേണ്ടി നാഗുലേശ്വര തീർത്ഥത്തിൽ ചെന്നു. അവിടെ മഹാദേവനെ ദർശിച്ച് സ്നാനത്തിനു വേണ്ടി അദ്ദേഹം നദിയിലിറങ്ങി. പക്ഷേ ഒരു വിപത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നദിയിലിറങ്ങിയ ഉടനെ കേകരലോഹിതൻ എന്ന നാഗം മഹർഷിയെ പിടികൂടുകയാണ്. ഉടനെ തന്നെ ച്യവന മഹർഷി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. സർപ്പ മഹർഷിയെ ദംശിച്ചുവെങ്കിലും വിഷ്ണു ധ്യാനത്താൽ അദ്ദേഹത്തിന് വിഷബാധ ഏറ്റില്ല. കേകരലോഹിതൻ മഹർഷിയെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തെയും വലിച്ചുകൊണ്ട് അവൻ പാതാളത്തിലേക്ക് പോയി. തുടർ ദംശനങ്ങളിൽ മഹർഷിക്ക് വിഷമേൽക്കായകയാൽ ഒടുവിൽ അവൻ മഹർഷിയെ ഉപേക്ഷിച്ചു. പക്ഷേ നാഗലോകത്ത് നാഗകന്യകമാർ അദ്ദേഹത്തെ ഗംഭീരമായി സ്വീകരിച്ചു. ച്യവന മഹർഷി സന്തോഷവാനായി. അദ്ദേഹം പാതാള ലോകത്തുകൂടി സഞ്ചരിക്കുവാൻ ആരംഭിച്ചു. ആ യാത്ര എത്തിച്ചേർന്നത് ദാനവന്മാരുടെ മഹാനഗരത്തിലും. ദൈത്യപ്രമുഖന്മാർ ച്യവന മഹർഷിയെ സ്വീകരിച്ചു. ദൈത്യരാജാവും മഹാവിഷ്ണുവിൻ്റെ കറതീർന്ന ഭക്തനുമായ പ്രഹ്ലാദൻ ഉചിതമായ ആദരവുകൾ നൽകി മഹർഷിയെ പ്രീതിപ്പെടുത്തി. കുശലപ്രശ്നങ്ങൾക്കിടയിൽ ച്യവനൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ മഹാതീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനും നാഗുലേശ്വരനെ ദർശിപ്പാനുമായി വന്നതാണ്. എന്നാൽ നദിയിലിറങ്ങിയ ഉടനെ ഒരു സർപ്പം എന്നെ പിടികൂടി. അവൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. എന്തായാലും അത് നന്നായി. അങ്ങയെ കാണുവാനും സാധിച്ചുവല്ലോ. മഹർഷിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ ചോദിച്ചു: ഭഗവാനെ, ഏതൊക്കെയാണ് ഭൂമിയിലെ തീർത്ഥങ്ങൾ? ആകാശത്തിൽ അത് ഏതൊക്കെയാണ്? ഈ പാതാളലോകത്തിലോ? മഹർഷി പുഞ്ചിരിച്ചു. ഭൂമിയിൽ നൈമിഷവും ആകാശത്ത് പുഷ്കരവും പാതാളത്തിൽ ചക്രതീർത്ഥവുമാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. ഇതു മനസ്സിലാക്കിയ പ്രഹ്ലാദൻ നൈമിഷത്തിലേക്ക് പോകുവാൻ ഉറപ്പിക്കുകയാണ്. ദാനവരോട് ഈ വിധം അദ്ദേഹം അറിയിച്ചു: നമുക്ക് നൈമിഷ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ പോകണം. പുണ്ടരീകാക്ഷനായ വിഷ്ണുവിനെ ദർശിക്കുകയും വേണം. ഉടനെ തന്നെ ദാനവന്മാരെല്ലാം വമ്പിച്ചൊരുക്കത്തോടുകൂടി രസാതലത്തിൽ നിന്നും പുറപ്പെട്ടു. മഹാബലവാന്മാരായ ദൈത്യന്മാരോടുകൂടി നൈമിഷാരണ്യത്തിൽ എത്തി സ്നാനം കഴിച്ചു പ്രഹ്ലാദൻ.
പിന്നീടുണ്ടായ ഒഴിവു നേരത്തിൽ അദ്ദേഹം നായാട്ടിനായി വെറുതെ ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ അതാ ഒഴുകുന്നു സരസ്വതി നദി. അതിനടുക്കൽ നിറയെ കൊമ്പുകളുള്ള ഒരു മരമുണ്ടായിരുന്നു. അതാകട്ടെ അമ്പുകളാൽ നിറയപ്പെട്ടുമിരുന്നു. ഒന്നിൻ്റെ മുനമേൽ മറ്റൊന്നായിട്ട് തിങ്ങി നിറഞ്ഞ അമ്പുകൾ. അപ്പോഴാണ് പ്രഹ്ലാദൻ അത് ശ്രദ്ധിച്ചത്. കുറച്ചകലെ കൃഷ്ണമൃഗത്തിൻ്റെ തോലുടുത്ത ഉയർന്ന ജടക്കെട്ടുമായി ഇരിക്കുന്നു 2 മഹർഷിമാർ. അവരുടെ അടുത്തായി ശാർങ്ങം, അജഗമം എന്നീ 2 ദിവ്യചാപങ്ങളും അമ്പൊടുങ്ങാത്ത 2 ആവനാഴിയും കാണാം. ആ മഹർഷിമാർ ആരാണെന്നറിയാതെ പ്രഹ്ലാദൻ അവരെ ചോദ്യം ചെയ്തു. വാക്കുമൂത്ത് വഴക്കായി. വഴക്ക് പിന്നീട് യുദ്ധത്തിന് വഴിമാറി. ക്രുദ്ധനായ നരമഹർഷി അജഗമ ചാപം കുലച്ച് പ്രഹ്ലാദനു നേരെ അമ്പുകൾ വർഷിച്ചു. പ്രഹ്ലാദൻ അവയെല്ലാം തടഞ്ഞു. മുനി യുദ്ധത്തിന് മൂർച്ച കൂട്ടുന്നു. ഒട്ടും കുറയാത്ത പോരാട്ട വീര്യത്തിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനും. നരമഹർഷിയെ പിൻപോട്ട് മാറ്റി ഒടുവിൽ നാരായണ മഹർഷി പ്രവേശിക്കുന്നു യുദ്ധത്തിൽ. പ്രഹ്ലാദ നാരായണ യുദ്ധം ഗംഭീരമായിരുന്നു. ഒടുക്കം നാരായണാസ്ത്രമേറ്റ് പ്രഹ്ലാദൻ നിലംപതിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ തൻ്റെ എതിരാളികൾ നിസാരരല്ല എന്ന് തിരിച്ചറിയുന്നു പ്രഹ്ലാദൻ. നാരായണ മഹർഷി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് അസുര ചക്രവർത്തി മനസ്സിലാക്കി. വിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ തെറ്റേറ്റു പറഞ്ഞ് നരനാരായണന്മാരോട് ക്ഷമയാചിച്ച് പിൻവാങ്ങി അദ്ദേഹം.